എല്ലാവർക്കും ദ ഫുഡി ട്രിപ്പറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചാരു. ഞാനിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിൽ നിന്ന് ഹിൽ പാലസ് റോഡിൽ സീമാസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന കട. ഇവിടെ ഇതിൻ്റെ SG ഏജൻസീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പോകുന്ന കട. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചൂണ്ടപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ചയായിട്ടാണ്. നമുക്ക് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് അനീഷ്. ചൂണ്ടയിടൽ പ്രേമികൾക്ക് ഒരു പക്ഷേ കുറേ ആൾക്കാർക്ക് അറിയാവുന്നൊരു മുഖമാണ്. അനീഷ് ഒരു അത്യാവശ്യം സീനിയറായിട്ടുള്ളൊരു ആംഗ്ലറാണ്. ഇപ്പോൾ പുള്ളി പുതിയൊരു സംരംഭമായിട്ട് വന്നേക്കാണ്. നമ്മുടെ തൃപ്പൂണിത്തുറയിലൊരു സ്വന്തമായിട്ട് ടാക്ടർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അനീഷിനോട് ചോദിച്ചറിയുന്നത്. ആ ഒരു കട നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നേരെ അനീഷിലേക്ക് പോവാം. ഹായ്, നമസ്കാരം. ഞാൻ അനീഷാണ്. എൻ്റെ വീട് രാമമംഗലത്താണ് സ്ഥലം. പിന്നെ റീസെൻ്റ്ലി കുറച്ച് പേരൊക്കെ എന്നെ ചിലപ്പോൾ അറിയുമായിരിക്കും. കാരണം ഈ ആംഗ്ലിംഗ് ഫീൽഡൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം ഏകദേശം ഒരു 10 വർഷത്തിനടുത്തോളം ഒരു ഈ റോഡിൽ വെച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേരളത്തിൽ ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡ്രീം ഹണ്ടർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഏകദേശം 6,500 സബ്സ്ക്രൈബേഴ്സൊക്കെ അത്ര തുടക്കമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന സമയത്താണ് എനിക്കൊരു ചെറിയൊരു പ്ലാൻ, അതായത് ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു പ്ലാനിങ് ആയിരുന്നു ഒരു ടാക്സി ഷോപ്പ് തുടങ്ങുന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ സ്കിപ്പായി വന്ന് എൻ്റെ അവസാനം ഫൈനലി ഞാൻ വീട്ടുകാരോട് എല്ലാവരും സംസാരിച്ചു. അപ്പോൾ അവർ നമുക്കൊന്ന് തുടങ്ങാം, നല്ലൊരു സപ്പോർട്ട് വൈഫിൻ്റെ ഭാഗത്താണെങ്കിൽ അച്ഛൻ, അനിയൻ, അതിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ രാത്രി ടൈം കൊണ്ട് ഞാനത് ടൈമൊക്കെ നോക്കാൻ പോയപ്പോൾ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒറ്റ രാത്രിയോടെ എൻ്റെ അനിയന്മാർ, വൈഫ് എല്ലാവരും കൂട്ടിയിട്ട് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച്, അതായത് തൃപ്പൂണിത്തുറയാണ് സ്ഥലം. തൃപ്പൂണിത്തുറ RCM ഹോസ്പിറ്റലിലെയും സീമാസ് ടെക്സ്റ്റൈൽസിൻ്റെ കറക്റ്റ് ഗ്യാപ്പ് രണ്ടും സെയിം ലെങ്താണ് അങ്ങോട്ട് കൂട്ടുന്നത്. ശരി. അപ്പോൾ അതിൻ്റെ അടുക്കുന്ന ഷോപ്പ് നമ്മൾ കണ്ടു. നമ്മൾ അവരുടെ റെൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞെല്ലാം സെറ്റാക്കി ഒറ്റ രാത്രി, അതായത് പകൽ 10 മണിക്ക് വന്നിട്ട് രാത്രി വെളുപ്പിന് ഉദ്ഘാടനത്തിന് അന്ന് 2:15 സംഭവം സെറ്റാക്കി എടുത്തത്. അപ്പോൾ അത്രയ്ക്കൊരു ഫാസ്റ്റായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തത്. ഫിഷിങ്ങിനോട് ഭയങ്കര ക്രൈസുള്ള മനുഷ്യയാണ് ഞാൻ. അതെനിക്ക് അറിയാൻ പറ്റും. എന്നെ അറിയുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. കാരണം റോഡറിയിൽ ഒരു ദിവസം ഉപയോഗിക്കാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഉപയോഗിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് പിന്നെ അവസാനം നമ്മൾ ടാക്സി ഷോപ്പായിട്ട് തന്നെ തുടങ്ങി. ഡ്രീം ഹണ്ടർ എന്നാണ് എൻ്റെ ടാക്സി ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും കുറഞ്ഞ രീതിയിൽ ബിഗിനേഴ്സിനെ പറ്റിയ രീതിയിൽ, പിന്നെ അത്യാവശ്യം ഒരു ഇത്രയും ടോപ്പായിട്ടുള്ള ആംഗ്ലേഴ്സിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത് ഷോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു ടാക്സി ഷോപ്പ്.
ഇതിൽ അത്യാവശ്യം ലോ എൻഡ് ബഡ്ജറ്റിലുള്ള BC റീൽസ് കുറച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ജീൻപോൾ എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡാണ്. കുറഞ്ഞ റീൽ, അതായത് കുറഞ്ഞ റീൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഹൈ എൻഡ്, അതായത് കുറച്ച് കൂടിയ റീൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അബുഗാസിയ, ബ്ലാക്ക് മാക്സ്, സിൽവർ മാക്സ്, ആ റീലാണ് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഭയങ്കര കൂടുതലാണ് അതിൻ്റെ. അത് ഏകദേശം ഇപ്പം എന്താ 5,000 എബോവ് എന്തായാലും റേറ്റ് വരും. അപ്പോൾ ആ റേറ്റിൽ നമുക്കൊരു ബിഗിനേഴ്സിന് ഒരു വെയിറ്റ് കാസ്റ്റ് റീലെടുത്ത് നമുക്കത് പഠിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറഞ്ഞ റീലുകൾ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇത് ഇപ്പോൾ ഇതും പിന്നെ എൻ്റെ കയ്യിൽ പവറുടെ ക്യാംലോൺ, പൈനിയറിൻ്റെ ക്യാംലോൺ എന്ന് പറയുന്നത്, ഈ 2 റീലാണ് എൻ്റെ ഉള്ളൂ. വേറെ 2 സെയിലായി പോയി. അത് ഇപ്പോഴത്തെ വലിയ റേറ്റ് ഒന്നും വരില്ല. ഇതിൻ്റെ റേറ്റ് 2,500 രൂപയാണ് ഈ റീലിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് 5 kg ഡ്രാഗാണ് പറയുന്നത്. പിന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് വീഡിയോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ബഡ്ജറ്റ് റീൽസ്, പിന്നെ ഇനിയും മാർക്കറ്റിൽ ഇനി അടിപൊളി റീലുകളൊക്കെ ഇനി വരാനുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവും മാർക്കറ്റിൽ. പിന്നെ അടുത്തത് പൈനിയറിൻ്റെ ക്യാംലിയോൺ. ഇത് ഇതിനേക്കാളും കുറച്ച് ഗിയർ റേഷ്യോ കൂടുതലാണ്. പിന്നെ ഡ്രാഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. 6 kg ഡ്രാഗാണ് ഇതിന് ഈ ഒരു മോഡൽ. ഇപ്പം നിലവിലുണ്ട് 2 ബേക്കാസും ഉള്ളൂ. ഓൾറെഡി 2 സെയിലായിപ്പോയി. സൈഗാവ് എന്ന് പറയുന്നത്, പിന്നെ 2 സൈഗാവ് ലെഫ്റ്റ് റൈറ്റ് സെയിലായിപ്പോയി. സ്പിന്നിങ്, പിന്നെ അതിൻ്റെ റോഡ് നമുക്കിപ്പം അവൈലബിൾ ആയല്ല. സീറോ ആണ് റോഡുള്ളൂ, 6 feet. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുതിയ മാർക്കറ്റിൽ പുതിയ ലുക്കാനയുടെ റോഡ് വരുന്നുണ്ട്, 7 feet, 3 സീരീസ് വരുന്നുണ്ട് റോഡ്. അപ്പോൾ ആ റോഡ് വന്നാൽ ലോഞ്ച് ആവുന്നതാണ് നമുക്ക് അറിയാൻ വിവരം. അപ്പോൾ ആ റോഡും വരും. അത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നല്ലൊരു എന്താണ് നല്ല പ്രൈസിൽ നല്ല റോഡ് വരുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റോഡ് ഉടനെ ഉണ്ടാവും. പിന്നെ നമുക്ക് സ്പിന്നിങ് റീലുകൾ, എൻ്റെ കയ്യിലുള്ള സ്പിന്നിങ് റീൽ ഇപ്പോൾ കൂടിയ റീൽ എന്ന് പറയാണ്ടിരിക്കുന്നത് CNA ആണ് ഇരിക്കുന്നത്. CNR റീലാണ്. ഇതിപ്പോൾ ജസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നുള്ളൂ. ഇതിലാണ് ഞാൻ സ്റ്റോക്ക് എടുത്തത്. ഇതിൽ വന്നുള്ളൂ ഇതാണ്. ഇത് 3+1 ബെയറിങ്ങുകളാണ്. ഡ്രാഗാണെങ്കിൽ 8 kg ഡ്രാഗ് ഉണ്ട്. പഴയ മോഡലുകൾ CNR അതൊക്കെ ഷിമാനോ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പോൾ പുതിയ മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം സ്പെക്ക് തന്നെ വെച്ചിട്ട് FX വരുന്നത്. FX നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. കാണുന്ന ഫുള്ള് FX ആണ്. FX നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് രണ്ടും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബെയറിംഗ് ആണ്. ഇതിന് 2+1 ബെയറിംഗ് ആണ്. ഇത് 3+1 ബെയറിംഗ് ആണ് ഇതിൻ്റെ ബെയറിംഗ് വരുന്നത്. പിന്നെ വരുന്നത് ഡൈവയുടെ റീലാണ് വരുന്നത്. ഡൈവയുടെ MGS 4000 എന്ന് പറയുന്നത്. ഇത് വാട്ടർ പ്രൂഫ്, അതായത് ഇതിനൊരു പ്രൂഫിംഗ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. വാട്ടർ പ്രൂഫിംഗ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. ഈ മോഡൽ MGS. പിന്നെ വരുന്നത് സർഫ് റീലുകളാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു. അത് കുറച്ച് റീലുകൾ പരിചയപ്പെടുന്നത് അതിനകത്ത് ഉൾപ്പെട്ട ഒരു റീലാണ് സർഫ് റീല്. ഇത് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റ് റീലാണ്. നമുക്ക് സാധാരണ ഒരു സർഫ് റീൽ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 300-500 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് ബ്രാൻഡ് സർഫ് റീല്. ഇത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസമാണ് ഈ റീല് മാർക്കറ്റിൽ വന്നത്. അതും പീസ് ഉണ്ടാകുന്നില്ല, കുറച്ച് പീസസ് ഉണ്ടാകും. അതിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഷോപ്പിൽ 2-3 സ്റ്റോക്ക് ഉണ്ട്. ഇത് 11,000 ആണ്. ഇതിന് 16 kg ഡ്രാഗാണ് പറയുന്നത്. 0.40 ബ്രേഡ് ഇതിനകത്ത് 480 ഇതിനകത്ത് കയറും. അതായത് എത്രയും ബ്രേഡ് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് അത്രയും ബ്രേഡ് നമുക്ക് ചുറ്റാൻ സ്കൂൾ ചെയ്യാൻ പറ്റും. 16 kg ഡ്രാഗ പറയുന്നത്. റേറ്റ് ആണ് 2,300 ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ പവർ ഹാൻഡിലോമാണ്. നല്ല സ്മൂത്താണ് റീല്. ഇത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്നോടെ കടുത്ത അത് നോക്കി. നമ്മൾ സാധാരണ ഒരു ഷിമാനോടെ FX മേടിക്കുന്ന ആ റേറ്റ് ഉള്ളൂ ഈ വരുന്ന റീലിന്. 11,000 ആണ് റീല്. ആക്യുറേറ്റ് ആണ് അതിൻ്റെ പേര്. പിന്നെ വരുന്നത് കുറഞ്ഞ റീലാണ്. ഇത് സിഗ്നോളിൻ്റെ ഇത് കുറഞ്ഞ റീലാണത്. അത് ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനേക്കാളും ഒരു സ്മൂത്ത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ആ റീൽ റെക്കമെൻഡ് ഉള്ളൂ. കാരണം കുറഞ്ഞ റീലാണ് ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ റീലുകളാണ് നമ്മൾ ഷോപ്പിൽ കൂടുതലുള്ളത്. ഇത് 9,000 ആണ്. ഇതിന് ഏകദേശം 2,600 ആയതിന് താഴേക്ക് വരുള്ളൂ. പിന്നെ വരുന്നത് ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ആയിരിക്കുന്ന ഒരു സാധനമാണിത്. പൈനിയറിൻ്റെ സർഫ് ലീഡർ എന്ന് പറഞ്ഞ ഒരു റീല്. ഇത് 10,000 സീരീസാണ്. ഇതിന് 18 kg ഡ്രാഗ് ഉണ്ട്. ഇത് ബ്രാൻഡഡ് തന്നെയാണ്, പൈനിയറിൻ്റെയാണ്. പൈനിയറിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള റോഡും റീലും ഉപയോഗത്തെ എനിക്ക് തോന്നുന്നു ആംഗ്ലേഴ്സ് കുറവായിരിക്കും തോന്നുന്നു. കാരണം ഏതൊരു ബിഗിനർ വന്നാലും ആദ്യം ചോദിക്കുന്ന പൈനിയറിൻ്റെ റോഡാണ് ചോദിക്കുന്നത്, പൈനിയർ ഫയർ.
ആ റോഡ് ഒരുപാട് മാർക്കറ്റിൽ പോപ്പുലർ റോഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിനെയാണ് എനിക്ക് പറഞ്ഞ സർഫ് കാസ്റ്റിംഗ് വീൽ എന്നാണ്. ഇത് സർഫ് വീൽ എന്നാണ് അതിൻ്റെ പേര്. സർഫ് വീൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് 18 kg ഡ്രാഗാണ്, 10,000 സൈസ്. ഇതിൻ്റെ സ്പൂൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ലോങ് ഷോട്ടിന് ഉപയോഗിക്കുന്നതാണ്. സ്പൂൾ കണ്ടോ, ലോങ് ഷോട്ട്. അത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ലൈൻ ചേർന്ന് പുറത്തോട്ട് പോകാനുള്ള ആ ഒരു കട്ടിങ്ങാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ സ്പിന്നിങ് റീലിൽ നോർമൽ സ്പിൻ ചെയ്യുന്ന റീല് പരിചയപ്പെട്ടു, സർഫ് കാസ്റ്റിംഗ് റീല് പരിചയപ്പെട്ടു. ഇനിയൊരു സാധനം ഇത് സിയനയുടെ 2500. ചെറിയ റീലാണ്, പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലുണ്ട്. എന്നാലും 2500 സീരീസ്. ഈ റീലുകൾ സാധാരണ ഉപയോഗിക്കുന്നത് അൾട്രാലൈറ്റ് പരിപാടികളാണ്. അതായത് നമുക്കൊരു 1 gram 2 gram മുതൽ ലൂർ കാസ്റ്റ് ചെയ്യാം. അപ് ടു 14 gram വരെ നമുക്കിനകത്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റും. 4 kg ഡ്രാഗാണ് ഈ റീലിന്. സിയന അതിന് ഉപയോഗിക്കുന്ന റോഡ് തന്നെ നമ്മൾ സാധാരണ ഒരു സ്പിന്നിങ് റോഡിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് അൾട്രാലൈറ്റ് റോഡുകൾ അല്ലെങ്കിൽ മീഡിയം അൾട്രാലൈറ്റ് ML സീരീസ് എന്ന റോഡാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു റോഡുണ്ട്, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് പയനിയറിൻ്റെ ന്യൂക്ക് എന്ന് പറയുന്ന മോഡലാണിത്. ഇതിന് തീരെ വെയിറ്റ് ഇല്ല. അൾട്രാലൈറ്റ് ഇത് മീഡിയം ലൈറ്റാണിത്. ML സീരീസ് വരുന്നത്. ഇത് ഗ്രാഫൈറ്റ് റോഡാണ്. നമ്മൾ സാധാരണ വരുന്ന E-class റോഡ്, അതിൽ 5 class റോഡൊന്നുമല്ല. അത് ഗ്രാഫൈറ്റ് ആണത്. അതാണ് ഒട്ടും വെയിറ്റ് ഇല്ല. നിസ്സാര വെയിറ്റ് ഉള്ള സാധനം. വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ലൈറ്റാണ്. അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഗെയിമിനാണ്. അതായത് നമുക്കിപ്പോൾ പാലാങ്കണ്ണി, അതുപോലെ തന്നെ ചെറിയ സ്നേക്കറ്റ്സ്, അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു ശരിക്കും ഗെയിം പർപ്പസ് എൻജോയ് ആണ് ഇതിന് ശരിക്കും മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ നമ്മൾ മീൻ പിടിച്ച് വരച്ച് കയറ്റുന്നു, ആ ഒരു അതല്ല ഇതൊന്നും ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് ലൈറ്റ് ശരിക്കും എൻജോയ് ചെയ്ത് മീനെ കയറ്റാം. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്രെഡ് ലൈനിൻ്റെ തിക്നെസ് കുറഞ്ഞ ബ്രെഡ് ലൈനായിരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. 0.16 ആ റേഞ്ചിൽ താഴോട്ടുള്ള ഇതായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കിട്ടി. ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കുഞ്ഞു റീലാണ്. റീലിൻ്റെ പേര് തന്നെ കിഡി എന്നാണ്. ഇത് സാധാരണ കിഡി റീലത്തെ നമ്മളെ സാധാരണ എല്ലാ വലിയ ആൾക്കാരൊക്കെയാണ് ചൂണ്ടിടുന്നത്. നമ്മുടെ ചെറിയ പിള്ളേർക്ക് അവർക്ക് ചൂണ്ടാനുള്ള ആ ഒരു ഇതാണ് കിഡി. കുഞ്ഞു റീലാണിത്. ഇത് വലിയ റേറ്റ് ഒന്നും നമുക്ക് വരുന്നില്ല. ഇത് ജസ്റ്റ് 500 രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 500. അതിനകത്ത് ഓൾറെഡി മോണോലൈൻ, അതായത് നമ്മൾ ടങ്കീസ് ഓൾറെഡി സ്പൂൾ ചെയ്താണ് വരുന്നത്. കിഡി റീൽ കുറഞ്ഞ റീലാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണമാണ്, അതേക്കാളും കുറച്ചുകൂടി നല്ലത്, ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ കുഞ്ഞ് റീലുകളാണ് ഇതൊക്കെ. വലിയ റീൽ മാത്രമല്ല, അതായത് ഏറ്റവും വലുത് പോലെ ഏറ്റവും ചെറിയ റീൽ വരെ. കുട്ടികൾക്ക് മീൻ പിടിക്കാനല്ലേ? ചെറിയ പിള്ളേർക്ക് മീൻ പിടിക്കാൻ മനസ്സിലാവും. ഇത് നമ്മളുടെ വ്യത്യാസം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റോഡ് പയനിയർ ഫയറിൻ്റെ 8 feet ഉണ്ട്. 8 feet റോഡ്. പയനിയറിൻ്റെ ഫയറാണ് ഒരുപാട് എല്ലാ ആംഗ്ലേഴ്സും, ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാ ആംഗ്ലേഴ്സും യൂസ് ചെയ്തിട്ടുള്ള റോഡാണ് പയനിയർ ഫയർ. ഇതിനകത്ത് ഇപ്പം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു റോഡാണത് പയനിയർ ഫയർ. ബിഗിനേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന റോഡാണ് പയനിയർ ഫയർ. ലൈറ്റ് വെയിറ്റ് ആണ്, E-class ആണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു 10 feet. സാധാരണ നമ്മൾ 8 feet ഒരു 7 feet ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ 10 feet-ൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ സർഫ് ഫിഷിങ്ങിനായിട്ട്, അതായത് തെരണ്ടി പിടിക്കാൻ അങ്ങനെയുള്ള ഇതിനായിട്ട് നമ്മൾ ആദ്യം പരിചയപ്പെട്ട റീലുണ്ടോ, ആ റീലിനൊക്കെ വരുന്ന യൂസ് ചെയ്യുന്ന റോഡാണിത്. ഇത് 10 feet ആണ് റോഡ്. മേളിൽ തട്ട്, അതാണ് നമ്മളത് ഓൾറെഡി തന്നെ വെച്ചായിരുന്നു 10 feet. അത് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ. പിന്നെ ഉള്ളത് നമുക്ക് പയനിയറിൻ്റെ ഡൈവയുടെ ജൂപ്പിറ്റർ സഫാരി എന്ന് 8 feet റോഡാണ്. എവിടെ നിന്ന് വിളിക്കുന്നത്? 8 feet ഡൈവയുടെ ജൂപ്പിറ്റർ സഫാരി, അത് 8 feet. പിന്നെ അതിൻ്റെ തന്നെ സെയിം 9 feet ഉണ്ട്. ഇത് പയനിയറിൻ്റെ ക്ലാസിക് സ്പിൻ എന്ന് പറഞ്ഞ പുതിയ മോഡലാണ്. ഇത് നമ്മുടെ പയനിയർ ഫയറിനേക്കാൾ കുറച്ച് പ്രൈസ് റേഞ്ച് താഴെ വരുന്നതാണ് ഈ റോഡ്. അതായത് ബേസ് മോഡൽ, പയനിയറിൻ്റെ ബേസ് മോഡൽ റോഡാണിത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ പയനിയർ ഫയറിൻ്റെ 8 feet, അതിൽ 10 feet, 7 feet ഉണ്ടായിരുന്നു. 7 feet നല്ല സെയിൽ ഉണ്ടായിരുന്നു. നമുക്ക് തുടങ്ങി നല്ല സെയിൽ ഉണ്ടായിരുന്നു 7 feet. 7 feet ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. പിന്നെ ഉള്ളത് പയനിയറിൻ്റെ ഫയറിലെ 6 feet ആണിത്. ചെറിയ റോഡാണ് പയനിയർ 6 feet. പിന്നെ അതെല്ലാം നമുക്ക് ക്ലാസിക് സ്പിന്നിൻ്റെ തന്നെ 7 feet റോഡുണ്ട്. നമ്മൾ ആദ്യം പറയാം ക്ലാസിക് സ്പിൻ. പയനിയറിൻ്റെ ക്ലാസിക് സ്പിന്നിൻ്റെ 8 feet കഴിഞ്ഞിട്ട് 7 feet ഇത് പറഞ്ഞു.
പിന്നെ ഉള്ളത് ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡാണ് 6 ഫീറ്റിൻ്റെ സീവക് XT. ഇത് ഒരുപാടുപെട്ട ആംഗ്ലേഴ്സിന് എല്ലാവർക്കും അറിയാം. BC റോഡ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും റോഡിൽ ഉപയോഗിക്കുന്നത്. കാരണം ഒരുപാടുപെട്ട എല്ലാവരുടെയും ഇരിക്കുന്ന ഒരു റോഡാണത്. 7 ഫീറ്റാണ് എല്ലാവരും ചോദിച്ചു വരുന്നത്, പക്ഷേ 6 ഫീറ്റാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റോഡ്, അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റിൽ കിട്ടില്ല. ഈ ഒരു റോഡ് പ്രൈസ് റേഞ്ച് ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. ഇത് ലുക്കാനയുടെ ബ്ലാക്ക് റിവർ എന്ന റോഡാണ്. ഈ റോഡ് ഫസ്റ്റ് ചെയ്യുക എൻ്റെ യൂട്യൂബ് വഴി ഫസ്റ്റ് അത് റിവ്യൂ ചെയ്ത് ഞാനായിരുന്നു. അതിൻ്റെ ഫീൽഡ് ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ഞാൻ അതുകൊണ്ട് പറയുന്നതാണ് ഈ റോഡ്. അതിനുശേഷം വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് വെച്ചിട്ടാണ് നമ്മുടെ ടാക്കോസ്പിറ്റലിലെ സൗബിൻ ആശാൻ ഈ റോഡ് വെച്ചിട്ടാണ് ഒരു സ്വിഫ്റ്റ് കാർ വലിക്കുന്ന വീഡിയോ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആരും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ റോഡാണ്. ഇതിപ്പോൾ 7 ഫീറ്റാണ്. എൻ്റെ 8 ഫീറ്റ് 2-3 പീസ് ഉണ്ടാകുന്നു. അതെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ടായി. ഇപ്പോൾ 7 ഫീറ്റ് നമുക്ക് 2 പീസ് ഇരിപ്പുള്ളൂ. 2000 രൂപ താഴെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ 7 ഫീറ്റിന്. ഇത് എക്സ്ട്രാ ഹെവി ആക്ഷൻ റോഡാണ്. അതായത് നമുക്ക് വലിച്ചു കുറയ്ക്കാന്നുള്ള ആ ഒരു ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം ഈ റോഡിൻ്റെ. പിന്നെ ഒരുപാട് ഇതിൽ കുറച്ച് ഇതുണ്ട്, ഹുക്ക് കീപ്പറുണ്ട്. സാധാരണ വരുന്ന ഒരു ഹൈ റേഞ്ച് വരുന്ന ഒരു റോഡുകൾക്കുള്ള എല്ലാ സ്പെക്കും ഇതിനകത്തുണ്ട്. ഹുക്ക് കീപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ലൂറിൻ്റെ ഹുക്കൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ പറ്റും ഇത്. പിന്നെ അതിൻ്റെ ഗൈഡ് വരുന്നത് K ഗൈഡിലാണ് വരുന്നത്. ഗൈഡ് കണ്ടോ, K ഗൈഡ്. അത് ലോഞ്ചിന് ലോങ് കാസ്റ്റിംഗ് ആണ് അതിൻ്റെ ഉദ്ദേശം. K ഗൈഡ് എന്ന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടമിൽ വരുന്നത് ഈ ഒരു പോർഷൻ, നമുക്കൊരു റോഡ് ഹോൾഡ് ചെയ്ത ഒരു ബാഗിൽ അത്യാവശ്യം നമുക്കൊരു പവർ ബാഗിൽ റോഡ് നമുക്ക് ശരിക്കും അത്യാവശ്യം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ശരിക്കും ലാൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഇതിലാണ് ഈ ഒരു സംഭവം ചെയ്തിരുന്നത്. ഇതിൻ്റെ ബോട്ടം പീസ് ഇത് മറ്റു റോഡുകൾക്കൊന്നും അധികം ഉണ്ടാവില്ല ഇങ്ങനെ സംഭവം. നമുക്ക് ഫ്രോഗിൻ്റെ കുറച്ച് വെറൈറ്റീസ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രോഗുണ്ട്. പല വെയിറ്റിലും പല ഷേപ്പിലും കുറച്ച് ഫ്രോഗുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് പരിചയപ്പെടാം ഇത് ബസ് പ്ലേഡുള്ള ഫ്രോഗാണിത്. ഇത് ടോപ്പ് വാട്ടർ ലൂർ, അതായത് ടോപ്പിൽ എന്ന് പറയുന്നത് മണൽവാക, അങ്ങനെയാണ് മെയിൻ പറഞ്ഞ മണൽവാകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രോഗ്. ഇത് ബസ് പ്ലേഡുള്ള ഫ്രോഗാണ്. അതായത് പ്രൊപ്പല്ലർ ഫ്രോഗ് എന്ന് പറയും. നല്ല ലോങ് കാസ്റ്റ് കിട്ടും, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇത് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വാട്ടറിൽ വരുന്ന മണൽവാക പോലത്തെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മീനുകളെ പിടിക്കാൻ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഒരു ഫ്രോഗ് ലൂറാണിത്. ഇത് വേറെ പല ബ്രാൻഡുകൾക്കും ഉണ്ട്. നല്ല റേറ്റാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 600 രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ. ഇത് ലുക്കാനയുടെ ഫ്രോഗാണിത്. ലുക്കാന പറഞ്ഞ് തായ്ലൻഡ് മെയ്ഡ് ഫ്രോഗാണിത്. പിന്നെ വരുന്നത് ഹാൻഡ് മെയ്ഡ് ജംപ് ഫ്രോഗുകളാണ്. ഇത് 500 രൂപയാണ് പ്രൈസ് വരുന്നതിൻ്റെ. അതിൻ്റെ കുറച്ച് വെറൈറ്റീസ്, കുറച്ച് കളറുണ്ട്. ഓറഞ്ച് ഷെയ്ഡ്, പിന്നെ റെഡ് ഐ ആയിട്ടുള്ള ആഷ് കളർ ഉണ്ട്, പിന്നെ ഫ്ലൂറസൻ്റ് യെല്ലോ കളറുണ്ട് ജംപ് ഫ്രോഗ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് ബസ് ബ്ലേഡിന് തന്നെ വേറൊരു വെറൈറ്റി ഫ്രോഗ് ഉണ്ട്. ഇതിന് അത്യാവശ്യം റാറ്റ്ലി സൗണ്ട് ഉണ്ട്. ഇതുപോലെ ചെറിയ ഒരു ഫ്രണ്ടിലുള്ള ബസ് ബ്ലേഡ്, ഇത് കറങ്ങും. പിന്നെ നോയ്സും ഉണ്ട്. നമ്മൾ അത്യാവശ്യം റിട്രീവ് സമയത്ത് ജർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരും. അപ്പോൾ സൗണ്ടൊക്കെ കേട്ടൊക്കെ മീൻ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പർപ്പസാണ് അതിൻ്റെ ഉദ്ദേശം തന്നെ. ഇത് റേറ്റും അധികം റേറ്റൊന്നുമില്ല. ഇതിന് ജസ്റ്റ് 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളൂ ഈ ഫ്രോഗിൻ്റെ. അത് 2 പീസ് നമുക്കുള്ളൂ. അതിൻ്റെ 4 പീസ് ഉണ്ടായിരുന്നു. അത് 2 പീസ് ഓൾറെഡി സോൾഡ് ഔട്ടായി. പിന്നുള്ളത് ലുക്കാനയുടെ പെൻസിൽ ഫ്രോഗാണ് അടുത്തത്. ഈ ഫ്രോഗ് ഇത് ശരിക്കും സ്ട്രോമിൻ്റെ എല്ലാവർക്കും അറിയാതെ ഇത് സ്ട്രോമിൻ്റെ ലൂറാണ്, സെർപ്പൻറ്റിനോ. അതിൻ്റെ സെയിം തന്നെയാണ് ലുക്കാന അവരുടെ ബ്രാൻഡിൽ ഇറക്കിയേക്കുന്ന ഒരു ലൂറാണിത്. ഫ്രോഗ് സോഫ്റ്റ് ബോഡി. ശരിക്കും അതിന് 6 ആക്ക് ആക്ഷൻ അതിനകത്ത് കിട്ടും. സാധാരണ ഒരു പെൻസിൽ ലൂർ പോലെയാണ് 6 ആക്ക് ആക്ഷൻ കിട്ടുന്ന ഒരു ഫ്രോഗാണ്. പിന്നെ വരുന്നത് ബുൾ ഫ്രോഗ് ഒരുപാട് എല്ലാ ആംഗ്ലേഴ്സും, അതായത് സ്നേക്ക് ഹട്ട് പിടിക്കുന്ന എല്ലാ ആംഗ്ലേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ഫ്രോഗാണ് ബുൾ ഫ്രോഗ്. ഇതിന് ഹുക്കപ്പ് റേഷ്യോ നല്ല ഹുക്കപ്പ് റേഷ്യോ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡ്ലെസ്സുമാണ്. നമുക്കിപ്പോൾ എത്ര പായലോ അല്ലെങ്കിൽ ഏത് ചവറായാലും മേളിലിട്ട് വലിച്ചാൽ നമുക്കത് ഇത് തടയില്ല. ഇത് മറ്റു ഫ്രോഗിൻ്റെ ബോഡി പോലെയല്ല ഇത്. പിന്നെ ഹുക്കപ്പ് നല്ല ഹുക്കപ്പായിരിക്കും അതിനകത്ത് ഈ ഒരു ഫ്രോഗിനകത്ത്. അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കളറുണ്ട്. നമുക്ക് സെയിലായി പോയി. നമുക്ക് ഇതിൻ്റെ വേറെ കളറാണ്, വേരിയൻ്റ് കളർ. ഇതൊന്ന് പിന്നെ വൈറ്റ് കളർ, പിന്നെ ഒരു ഗ്രീഷ് കളർ. ബാക്കിയെല്ലാം നമുക്ക് അത്യാവശ്യം സെയിലായി പോയി. പിന്നെ റെഡ് കളർ കൂടി ഉണ്ട് അതിൻ്റെ. അതിൻ്റെ 4-5 കളറുണ്ട്.
നമ്മൾ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സ്പിന്നർ ഫോഗുകളാണ് വരാൽ ഒക്കെ പിടിക്കാനായിട്ട്. സ്പിന്നർ ഫോഗ് രണ്ട് മൂന്ന് മോഡലുണ്ട്. ഇതൊരെണ്ണം, ഇതൊന്ന്, പിന്നെ അത് ചെറുത്. ബാക്കിയെല്ലാം നമുക്ക് സെയിലായി പോയി. പിന്നെ അത് നോർമലായിട്ട് വരുന്ന ചെറിയൊരു ഫ്രോഗ്. ലൂക്കാനയുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് ഈ സാധനം. ഇത് 310 റേഞ്ച് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാക്കിൽ സ്പിന്നറുള്ള ഫ്രോഗാണ്. നല്ല ഈ സ്പിന്നറുള്ള ഫ്രോഗിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരാൽ, ഏറ്റവും കൂടുതൽ വരാലാണ് ഇതിന് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഫ്രോഗിനത്. പിന്നെ വാഗൊക്കെ നമുക്ക് കിട്ടില്ല എന്നല്ല, സ്നേക്ക് ഹെഡ് ആണ് കൂടുതൽ ഇതിന് മെയിൻ പിടിക്കുന്നത്. സ്നേക്ക് ഹെഡിനെ ടാർഗറ്റ് ചെയ്താണ് ഈ ഫ്രോഗുകളൊക്കെ ഇറക്കിയായിരുന്നത്. പിന്നെ പറഞ്ഞു ലിസാർഡ് ടൈപ്പ് ഒരു ഫ്രോഗ്. ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം മീൻ സ്ട്രൈക്ക് റേറ്റ് കിട്ടുന്ന ആ ടൈപ്പ് കളർ ഷെയ്ഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ കുറച്ച് കളറൊക്കെ ഉണ്ട്, പക്ഷെ ഞാനതൊന്നും എടുത്തില്ല. നമുക്ക് അത്യാവശ്യം പോകുന്ന, അതായത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫ്രോഗുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിപ്പോൾ എല്ലാ ഫ്രോഗുകളും തന്നെയാണ്, നമുക്ക് റിസൾട്ടുള്ള ഫ്രോഗുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ വെറുതെ ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ കാരണം നമ്മൾ മാക്സിമം റിസൾട്ടുള്ള കളർ ഷെയ്ഡുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷാഡുകളൊക്കെ നമുക്കുണ്ട്. ലൂക്കാനയുടെ ഷാഡ്, സെയിൽഫിൻ ഷാഡ്, അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മോഡൽ പല ഷെയ്ഡുകളിൽ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു പുതിയ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രോഗാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ബോഡി ഫ്രോഗാണ്. പിന്നെ ഹുക്ക് വരുന്നത് ജെ ടൈപ്പ് ഹുക്കാണ് വരുന്നത്. ഇത് വീഡ്ലെസ് ഹുക്ക്. ഇത് ഫ്രോഗ് ഇപ്പോൾ പുതിയ വന്നാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫ്രോഗുകളാണ്. ജെ ബി ഷാഡുകളാണ് എല്ലാം. ജെ ബി ഷാഡിൻ്റെ ഇതാണ് എല്ലാം ഷാഡുകൾ. അതിന് പല കളർ, ചെമ്പല്ലിക്ക് അടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന കളറാണ് ഫാറ്റ്, പേൾ വൈറ്റ്, റെഡ് ഹെഡ്. പിന്നെ റെഡ് ഹെഡിൻ്റെ പുതിയൊരു മോഡൽ വന്നങ്ങനെയാണ് ടെയിലിൽ റെഡ് വന്നിട്ടുള്ളത്. തൃപ്പൂണിത്തറ ഏരിയയിൽ ചെമ്പക്കര സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ നടന്ന പാലാങ്കണ്ണി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചെറിയ വില കുറഞ്ഞ ലൂറുകൾ അതാണ് ഈ കാണുന്നത് കുറച്ച്. പിന്നെ സബിക്ക് ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിൻ്റെ ഇത് ഗ്ലോ ചെയ്യുന്നതാണ് നൈറ്റിൽ. ഷ്രിമ്പിൻ്റെ മോഡൽ നൈറ്റ് ഗ്ലോ ഉള്ള ഇതാണ് സബിക്ക്. പിന്നെ ജിഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ജിഗ്. ഇത് വേറെ ജിഗ്, ചെറിയ ജിഗാണ്. ഇതൊക്കെ പാലാങ്കണ്ണിക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ നമുക്കിപ്പോൾ റോഡിൽ അല്ലാണ്ട് മാത്രം നമ്മൾ സാധാരണ ആളായിട്ടുള്ള ചൂണ്ടക്കാർ, അതായത് സാധാരണ ആംഗ്ലേഴ്സ് നമ്മളുൾപ്പെടെ നമ്മൾ എടുക്കുന്ന കുറച്ച് ഹുക്കുകൾ, നോർമൽ നാടൻ കൊളുത്തുകൾ അതുണ്ട്. പിന്നെ ലൂക്കാനയുടെ ഇസീമിയ എന്ന് പറഞ്ഞ കാർബൺ ഹുക്ക്. ഇതൊക്കെ കരിമീനൊക്കെ ഇപ്പോൾ ഒരുപാട് കൊണ്ടുവന്ന ഹുക്കാണ്, കരിമീൻ ഹുക്ക്. അതുപോലെ തന്നെ ട്രിപ്പിൾ ഹുക്കുകൾ, അങ്ങനെ കുറച്ച് ഹുക്കുകൾ നമുക്ക് കുറേ വെറൈറ്റി കുറച്ച് ഹുക്കുകളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഇത് ഇപ്പം എല്ലായിടത്തും ഉപയോഗിക്കുന്ന സാധനമാണ് സ്പൈഡർ ഹുക്ക്. സ്പൈഡർ ഹുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർ ഫിഷിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് തന്നെ വേറെ പോപ്പപ്പുകൾ നമുക്കുണ്ട്. ഫ്ലോറസൻ ടൈപ്പ് പോപ്പപ്പ് ഉണ്ട്, സാധാരണ വരുന്ന പോപ്പപ്പ് ഉണ്ട്. ഇതിൻ്റെ ഹുക്കുകളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് റേറ്റ് ചെറുതായി വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. പിന്നെ സ്പൈഡർ ഹുക്കിന് നമുക്ക് പല മോഡലും 2-3 ബ്രാൻഡിനുണ്ട്. ബ്രാൻഡ് 2-3 വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. ഇതൊരു സ്പൈഡർ ഹുക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് വരണം, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ സെറ്റ് ചെയ്യാവുന്ന മോഡൽ നമുക്ക് സ്പൈഡർ നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഉണ്ട്. 16 കൊളുത്താണ് ഒരു ഇതിൽ വരുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുള്ള ഫീഡർ കോയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഫീഡർ കോയിൽ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഫീഡർ കേജ് ആണത്. കാണാൻ നമുക്കൊരു കിളിക്കൂട് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഫീഡർ കേജ്. ഇതിനകത്ത് നമുക്ക് ഫീഡ് നിറച്ച ശേഷം മീനെ അട്രാക്ട് ചെയ്ത് മീൻ ഓൾറെഡി ഹുക്കാവും. ഇതൊക്കെ ഫ്ലൂറസൻ്റ് ആണ്. നൈറ്റൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്ന സംഭവം. ഇതൊക്കെ ഇത് ഫ്ലൂറസൻ്റ്, ഇത് കോട്ടിങ് ആണ് സംഭവം. ഇതൊക്കെ അത് നമുക്ക് അത്യാവശ്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ തീർന്ന് ഇപ്പം ഒരു പീസ് നമുക്ക് ബാക്കിയുള്ളത്. പിന്നെ അതുപോലെ ബ്രൈഡൽ ലൈൻ ആണെങ്കിലും നമുക്ക് ഒരുപാടുണ്ട്. DNA അങ്ങനെ ഒരുപാട് ബ്രൈഡൽ ലൈൻ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ബ്രൈഡൽ ലൈൻ വരുന്നതാണ്. ആംഗ്ലേഴ്സ് ക്ലബ് കേരള നടത്തിയ ഫിഷിംഗ് കോമ്പറ്റീഷനിൽ അനീഷിന് തേർഡ് പ്രൈസ് കിട്ടിയ ഇതാണ്. ഫോർട്ട് കൊച്ചി കാർണിവലിനോടനുബന്ധിച്ച് മത്സരത്തിൽ അനീഷിന് പ്രൈസ് ഉണ്ടായിരുന്നു. അത് സെക്കൻഡ് പ്രൈസ്. പിന്നെ ഓൾ ഇന്ത്യ ഗെയിം ഫിഷിംഗ് അസോസിയേഷനിൽ കേരള മെമ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ്. അതിൻ്റെ ജിഫയുടെ മെമ്പർഷിപ്പ് കാർഡാണ്. അനീഷിൻ്റെ കടയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അപ്പോൾ ഞാനും അനീഷും തമ്മിൽ ഏകദേശം ഒരു 7 വർഷത്തെ ചൂണ്ടയിടൽ ഫീൽഡിൽ തന്നെ ഒരു 6-7 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ.
അപ്പോൾ എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പുകളെല്ലാം അനീഷിന് കടയിടാനായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെ ജെന്യൂനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ അറിയാവുന്ന എന്നെ പരിചയമുള്ള ആൾക്കാരെയും ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഓവറോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ടാറ്റു ഷോപ്പിൽ പോയിട്ടുണ്ട്. അനീഷിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഷോപ്പാണ്. അതായത് ഏറ്റവും കൂടുതൽ പല ഷോപ്പിൽ പോയി നഷ്ടങ്ങൾ വരുന്നത് ബിഗിനേഴ്സിനാണ്. കാരണം സീനിയർ ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ത് പേടിക്കണം എന്ത് പേടിക്കണ്ട എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ പറ്റിക്കപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. അവരല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകളായിട്ട് പരിചയമുണ്ട്, അവിടെ അന്വേഷിച്ചിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സാണ് ഏറ്റവും കൂടുതലും എല്ലായിടത്തും നിന്ന് പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് കയറി വന്ന് ബിഗിനേഴ്സിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയൊരു കടയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ചൂണ്ടക്കടയുടെ ഒരു നിങ്ങളെ പരിചയപ്പെട്ട വീഡിയോ. ഇതിനകത്ത് നമുക്ക് ഞാനും പറഞ്ഞല്ലോ, ഇപ്പോൾ രഞ്ജു പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്ര നാളത്തെ ചെറിയ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു അത് എനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് അറിയാം. അതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കണ്ടറിയാൻ പറ്റും. അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു അനുബന്ധമായിട്ടുള്ളതാണ് എൻ്റെ ടാറ്റു ഷോപ്പ്. കാരണം ഓവറായിട്ടുള്ള ഒരു ഹെവി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഈ നമ്മുടെ ഫുഡി ട്രിപ്പർ ഈ ചാനൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ ചാനലുണ്ടെന്നും അതുപോലെ തന്നെ രഞ്ജു, ഇവർക്ക് രണ്ടൊരു പ്രത്യേക താങ്ക്സ് പറയാണ്. കാരണം സാധാരണ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചാനൽ ഒരു ഷോപ്പിലേക്ക് വരുന്നത് പറഞ്ഞാൽ അതേപോലത്തെ ഷോപ്പൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. നമ്മുടെ ഷോപ്പ് അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ. പിന്നെ ആരോടും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, ഈ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇപ്പോൾ പറയാണ്, നമ്മുടെ തൃപ്പൂണിത്തറയാണ് ഷോപ്പ്. തൃപ്പൂണിത്തറയിൽ നിന്ന് റെയിൽവേ ബ്രിഡ്ജിനോട് ഓവർ റൈറ്റ് സൈഡും ആൻബി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്, കട്ടൗട്ട് ബോർഡ്. അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ ബോർഡ് സൈൻ ബോർഡും ഉണ്ട്. സൈൻ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരിക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും അവരെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ. അപ്പോൾ എൻ്റെ നമ്പർ, ഈ ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് റീഡ് സർവീസിംഗ് ഉണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പറയാൻ വിട്ടുപോയ കാര്യം. റീഡ് സർവീസിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം. ഓക്കെ, ബൈ.